നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ പലപ്പോഴും സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണ സ്ഥിരതയില്ലാത്ത പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സമനിലകളും തോൽവികളും ഒക്കെ വഴങ്ങേണ്ടി വന്നിരുന്നു. അതിനെ തുടർന്ന് പരിശീലകനായ ചാവിക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. വിയാറലിനെതിരെയുള്ള മത്സരത്തിൽ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടുകൂടി ചാവി ഒരു രാജ്യപ്രഖ്യാപനം നടത്തി. അതായത് ഈ സീസണിന് ശേഷം ബാഴ്സലോണ പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല, താൻ രാജിവെക്കുകയാണ് എന്നുള്ള കാര്യം പരിശീലകനായ ചാവി അറിയിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം മികച്ച പ്രകടനമാണ് ബാഴ്സലോണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തോൽവി പോലും അവർക്ക് ആ ഒരു രാജ്യപ്രഖ്യാപനത്തിന് ശേഷം അറിയേണ്ടി വന്നിട്ടില്ല. മികച്ച രൂപത്തിൽ അവരിപ്പോൾ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാവിയെ കൺവിൻസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ബാഴ്സലോണയിൽ തന്നെ നിലനിർത്തണം എന്നുള്ള ആവശ്യം ശക്തമാണ്. അതിനുവേണ്ടി തങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം FC ബാഴ്സലോണയുടെ വൈസ് പ്രസിഡന്റായ റാഫ യൂസ്റ്റെ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ബാഴ്സലോണയോടുള്ള തന്റെ ഇഷ്ടം ഇപ്പോൾ ഒരിക്കൽ കൂടി ചാവി പങ്കുവച്ചിട്ടുണ്ട്. ബാഴ്സലോണയാണ് തൻ്റെ മതം എന്നാണ് ചാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവൻ തന്നെ ബാഴ്സയാണ്. അത് ആ ഒരു ഫീലിംഗ് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ എണീക്കുമ്പോൾ ബാഴ്സയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയത്തും ബാഴ്സയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. ഞാൻ അത്ര വലിയ വിശ്വാസി ഒന്നുമല്ല, പക്ഷെ എൻ്റെ റിലീജിയൻ അഥവാ മതം അത് ബാഴ്സലോണ മാത്രമാണ്. ഇതാണ് പരിശീലകനായ ചാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിലവിൽ ലാലിഗ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ് അവരുള്ളത്. 1ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് ഉണ്ട്. അത് മാത്രമല്ല UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ FC ബാഴ്സലോണ PSG ആണ് നേരിടുക. മികച്ച പ്രകടനം ബാഴ്സലോണ നടത്തും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.